കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്ന ടോപ്പിക്കിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്, ആൻസേഴ്സ് പിൻ ചെയ്തിടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട്, അതായത് നമുക്ക് ഓർക്കാൻ ഈസി ആയിട്ട് തോന്നിയത് അതായിരുന്നു. പക്ഷെ അതിന് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറഞ്ഞു പോവുകയാണ്. ഇനി ഇങ്ങനെയല്ല വേറെ രീതിയിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം ഏതാണ്? ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം ഏതാണ്? 1492 ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഴുത്താൽ വീണ് കിട്ടുന്ന ആപ്പിളല്ല വിപ്ലവം, അത് വീഴ്ത്തുക തന്നെ വേണം. ആരുടെ വാക്കുകളാണിത്? ഒന്നുകൂടെ പറയാം. പഴുത്താൽ വീണ് കിട്ടുന്ന ആപ്പിളല്ല വിപ്ലവം, അത് വീഴ്ത്തുക തന്നെ വേണം. ഇത് ആരുടെ വാക്കുകളാണ്? ചെഗുവേരയുടെ വാക്കുകളാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ്? 1773. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? ഉത്തരം ഫിലാഡൽഫിയയിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഒന്നുകൂടെ പറയാം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്കിൻ്റെ വാക്കുകളാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ജെയിംസ് മാഡിസൺ. അടുത്ത ക്വസ്റ്റ്യൻ, പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണ്? പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1783 പാരീസ് ഉടമ്പടി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനി സൈന്യങ്ങളുടെ തലവൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അമേരിക്കൻ കോളനി സൈന്യങ്ങളുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോർജ് വാഷിങ്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഉത്തരം സൈമൺ ബൊളിവർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? അമേരിക്കയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 50 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അലാസ്കയാണ്. അതുപോലെ ഏറ്റവും ചെറിയ സംസ്ഥാനം റോഡ് ഐലൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ജനത എവിടെയുള്ളവരായിരുന്നു? കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ജനത എവിടെയുള്ളവരായിരുന്നു? ഉത്തരം വടക്കേ അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1789. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജോർജ് വാഷിങ്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനെതിരെ അമേരിക്കയിലെ എത്ര സ്റ്റേറ്റുകളാണ് പ്രക്ഷോഭം നടത്തിയത്? ബ്രിട്ടനെതിരെ അമേരിക്കയിലെ എത്ര സ്റ്റേറ്റുകളാണ് പ്രക്ഷോഭം നടത്തിയത്? ഉത്തരം 13. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പാർലമെന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അമേരിക്കൻ പാർലമെന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കോൺഗ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് സമൂഹത്തിൽ ഉടലെടുത്ത അസമത്വത്തെക്കുറിച്ച് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അഥവാ വിശ്വചരിത്ര അവലോകനം എന്ന പുസ്തകത്തിൽ വിവരിച്ച വ്യക്തി ആരാണ്? ഒന്നുകൂടെ പറയാം. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് സമൂഹത്തിൽ ഉടലെടുത്ത അസമത്വത്തെക്കുറിച്ച്
ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ വിവരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണ്? വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണ്? ഉത്തരം മോഡേൺ ടൈംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീർത്ഥാടക പിതാക്കളെത്തിയ കപ്പലിൻ്റെ പേരെന്താണ്? തീർത്ഥാടക പിതാക്കളെത്തിയ കപ്പലിൻ്റെ പേര് എന്താണ്? ഉത്തരം മെയ്ഫ്ലവർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ഒന്നുകൂടെ ചോദിക്കാം. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി പ്രതിഷേധത്തിലേക്ക് നയിച്ച തേയില നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ഒന്നുകൂടെ ചോദിക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി പ്രതിഷേധത്തിലേക്ക് നയിച്ച തേയില നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1773. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നുകൂടെ പറയാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്ത വർഷം ഏതാണ്? ഒന്നുകൂടെ പറയാം. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്തത് ഏത് വർഷമാണ്? ഉത്തരം 1620. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണപരമായും സാമ്പത്തികമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച ഒരു പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? ഭരണപരമായും സാമ്പത്തികമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച ഒരു പ്രദേശം അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം കോളനി. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം തോമസ് ജെഫേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം തോമസ് പെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഒന്നുകൂടെ പറയാം. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം മെർക്കന്റിലിസം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത് എന്നും ആവശ്യപ്പെട്ട് കോളനി ജനത നിവേദനം നൽകിയത് ആർക്കാണ്? ഒന്നുകൂടെ പറയാം. വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്ന് ആവശ്യപ്പെട്ട് കോളനി ജനത നിവേദനം നൽകിയത് ആർക്കാണ്? ഉത്തരം ഇംഗ്ലണ്ടിലെ രാജാവിനാണ് നിവേദനം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈന്യത്തിൻ്റെ തലവനായി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ആരെയാണ്? സൈന്യത്തിൻ്റെ തലവനായി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ആരെയാണ്? ജോർജ് വാഷിങ്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ടൗൺഷിൻഡ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? ടൗൺഷിൻഡ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1767. 1767. അടുത്ത ക്വസ്റ്റ്യൻ, 1781 ന്യൂയോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാ നായകൻ ആരാണ്? 1781 ന്യൂയോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാ നായകൻ ആരാണ്? ഉത്തരം ജോർജ് വാഷിങ്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയ്ക്കുമേൽ ഉയർന്ന നികുതി ചുമത്തിയ അതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഏതാണ്? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയ്ക്കുമേൽ ഉയർന്ന നികുതി ചുമത്തിയപ്പോൾ അതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഏതാണ്? ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി.
അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാണ്? അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം ഫിലാഡൽഫിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ഉത്തരം ജോർജിയ. അടുത്ത ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് എന്നാണ്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് എന്നാണ്? 1773 ഡിസംബർ 16. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാമ്പ് നിയമം പാസ്സായ വർഷം ഏതാണ്? സ്റ്റാമ്പ് നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 1765. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ആരാണ്? ജോർജ് വാഷിങ്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് എം നിക്സൺ. റിച്ചാർഡ് എം നിക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം ഏതാണ്? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയുടെ ഘാതകൻ ആരാണ്? വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയുടെ ഘാതകൻ ആരാണ്? ലീ ഹാർവേ ഓസ്വാൾഡ്. ലീ ഹാർവേ ഓസ്വാൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആരാണ്? മൂന്നാമത്തെ പ്രസിഡന്റ്, അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം തോമസ് ജെഫേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടെയാണ്? എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടെയാണ്? ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ അണുബോംബ് സ്ഫോടനം നടന്ന ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ലോകത്തിലെ ആദ്യ അണുബോംബ് സ്ഫോടനം നടന്ന ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ബറാക് ഒബാമ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം അവസാനിപ്പിക്കാനായി പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ആരാണ്? അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം അവസാനിപ്പിക്കാനായി പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ആരാണ്? ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ ഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വാട്ടർ ഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം റിച്ചാർഡ് എം നിക്സൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കയുടെ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? എബ്രഹാം ലിങ്കൻ ആയിരുന്നു. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൻ ആണ്. ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എബ്രഹാം ലിങ്കൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്വാതന്ത്ര്യ മണ്ണ് എന്നാണ് അറിയപ്പെടുക. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൻ. അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗസിൻ്റെ നോവൽ ഏതാണ്? അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗസിൻ്റെ നോവൽ ഏതാണ്? അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം ഏതാണ്? അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം ഏതാണ്? 1861 മുതൽ 1865 വരെ. 1861 മുതൽ 1865 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിനായി അമേരിക്കയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിനായി അമേരിക്കയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഉത്തരം ക്ലൂ ക്ലൂക്സ് ക്ലാൻ. KKK എന്നാണ് അറിയപ്പെടുക. അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപം കൊണ്ടൊരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ സംഘടനയുടെ പേരാണ് ക്ലൂ ക്ലക്സ് ക്ലാൻ എന്നും ക്ലൂ ക്ലൂക്സ് ക്ലാൻ എന്നും പറയാറുണ്ട്. ക്ലൂ ക്ലക്സ് ക്ലാൻ ആണെന്ന് തോന്നുന്നു. KKK എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് അക്രമത്തിലൂടെ ഭീതി പരത്തി വെളുത്ത വർഗ്ഗക്കാരായ അമേരിക്കക്കാരുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ട തിയേറ്റർ ഏതാണ്? എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ട തിയേറ്റർ ഏതാണ്? ഫോർഡ് തിയേറ്ററാണ്. ഫോർഡ് തിയേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയിൽ അടിമത്ത നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? അമേരിക്കയിൽ അടിമത്ത നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1863 ജനുവരി 1. 1863 ജനുവരി 1. വധിക്കപ്പെടുമ്പോൾ അബ്രഹാം ലിങ്കൻ കണ്ടുകൊണ്ടിരുന്ന നാടകം ഏതാണ്? വധിക്കപ്പെടുമ്പോൾ അബ്രഹാം ലിങ്കൻ കണ്ടുകൊണ്ടിരുന്ന നാടകം ഏതാണ്? ഓവർ അമേരിക്കൻ കസിൻ. ഓവർ അമേരിക്കൻ കസിൻ. ദ്വീപ് സമൂഹമായ ഏക അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? ദ്വീപ് സമൂഹമായ ഏക അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? ഹവായി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എബ്രഹാം ലിങ്കനെ വധിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കനെ വധിച്ചത് ആരാണ്? ജോൺ വിൽക്കൻസ് ബൂത്ത്. ജോൺ വിൽക്കൻസ് ബൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? എബ്രഹാം ലിങ്കൻ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യയിൽ നിന്നും അമേരിക്ക വിലയ്ക്ക് വാങ്ങിയ പ്രദേശം ഏതാണ്? റഷ്യയിൽ നിന്നും അമേരിക്ക വിലയ്ക്ക് വാങ്ങിയ പ്രദേശം ഏതാണ്? അലാസ്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയിലെ ദേശീയ പതാകയിലെ 50 നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? അമേരിക്കയിലെ ദേശീയ പതാകയിലെ 50 നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനം ഏതാണ്? അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനം ഏതാണ്? ഹവായി. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് ഹൗസിൽ ആദ്യമായി താമസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വൈറ്റ് ഹൗസിൽ ആദ്യമായി താമസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ ആഡംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് ഹൗസിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ശില്പി ആരാണ്? വൈറ്റ് ഹൗസിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ശില്പി ആരാണ്? ജെയിംസ് ഹോബർ. ജെയിംസ് ഹോബർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വേനൽക്കാല വിശ്രമ മന്ദിരം ഏതാണ്? അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വേനൽക്കാല വിശ്രമ മന്ദിരം ഏതാണ്? വേനൽക്കാലത്തെയാണ്. ഉത്തരം ക്യാമ്പ് ഡേവിഡ്. ക്യാമ്പ് ഡേവിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ച ശില്പി ആരാണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ച ശില്പി ആരാണ്? ഉത്തരം ഫ്രെഡറിക് ബെർത്തോൾഡി. ഫ്രെഡറിക് ബെർത്തോൾഡി.
അടുത്ത ക്വസ്റ്റ്യൻ, 1901 വൈറ്റ് ഹൗസിന് ആ പേര് ലഭിക്കുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? 1901 വൈറ്റ് ഹൗസിന് ആ പേര് ലഭിക്കുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം തിയോഡർ റൂസ്വെൽറ്റ്. തിയോഡർ റൂസ്വെൽറ്റ്. അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഏതാണ്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഏതാണ്? വൈറ്റ് ഹൗസ് ആണ്. അടുത്തത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? അമേരിക്കയാണ്. അടുത്തത്, വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക മുറി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക മുറി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓവൽ ഓഫീസ് എന്ന പേരിലാണ്. ഓവൽ ഓഫീസ് എന്ന പേരിൽ. അടുത്തത്, വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അമേരിക്കയിൽ എവിടെയാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്? വാഷിംഗ്ടൺ DC. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റ് ഭരണമേൽക്കുന്ന ദിവസം ഏതാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഭരണമേൽക്കുന്ന ദിവസം ഏതാണ്? ജനുവരി 20. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന ഏത് വർഷമാണ്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1775. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്ന തുറമുഖം ഏതാണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്ന തുറമുഖം ഏതാണ്? ന്യൂയോർക്ക്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഏതാണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ്. ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറും ബംഗാളിലെ ഗവർണർ ജനറലുമായിരുന്ന വ്യക്തി ആരാണ്? ഒന്നുകൂടെ പറയാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറും ബംഗാളിലെ ഗവർണർ ജനറലുമായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് കോൺവാലിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. മെർക്കന്റലിസ്റ്റ് നിയമം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. എന്നോട് ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. മെർക്കന്റലിസ്റ്റ് നിയമം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മെർക്കന്റലിസ്റ്റ് നിയമം, കോണ്ടിനെന്റൽ കോൺഗ്രസും പാരീസ് ഉടമ്പടിയുമാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എത്ര ടീ ചെസ്റ്റുകളാണ് കോളനിക്കാർ കടലിലേക്ക് എറിഞ്ഞത്? എത്ര ടീ ചെസ്റ്റുകൾ അഥവാ എത്ര തേയിലപ്പെട്ടികളാണ് കോളനിക്കാർ കപ്പലുകളിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞത്? 342 പെട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനികൾ നിർമ്മിച്ച സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാവൂ എന്ന് നിഷ്കർഷിക്കുന്ന നിയമം ഏതാണ്? അമേരിക്കൻ കോളനികൾ നിർമ്മിച്ച സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാവൂ എന്ന് നിഷ്കർഷിക്കുന്ന നിയമം ഏതാണ്? നാവിഗേഷൻ ആക്ട് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം ഏതാണ്? 1776 ജൂലൈ 4-നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776 ജൂലൈ 4. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതി തയ്യാറാക്കിയത് ആരെല്ലാമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതി തയ്യാറാക്കിയത് ആരെല്ലാമാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം, അത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ.
കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതൊക്കെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കന്റിലിസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന കാലയളവ് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന കാലയളവ് ഏതാണ്? 1775 മുതൽ 1783 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനെതിരെ പ്രക്ഷോഭം നടത്തിയ അമേരിക്കയിലെ സ്റ്റേറ്റുകൾ എത്രയാണ്? ബ്രിട്ടനെതിരെ പ്രക്ഷോഭം നടത്തിയ അമേരിക്കയിലെ സ്റ്റേറ്റുകൾ എത്രയാണ്? 13. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് മൂന്നാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ഏതാണ്? 1774. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റഫർ കൊളംബസിന്റെ പര്യവേഷണത്തെ പിന്തുണച്ച സ്പാനിഷ് രാജാവ് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസിന്റെ പര്യവേഷണത്തെ പിന്തുണച്ച സ്പാനിഷ് രാജാവ് ആരാണ്? ഫെർഡിനൻഡ് രണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടി ഏതാണ്? 1783 പാരീസ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ, തീർത്ഥാടക പിതാക്കന്മാർ അമേരിക്കയിൽ ആരംഭിച്ച ആദ്യത്തെ കോളനി ഏതാണ്? തീർത്ഥാടക പിതാക്കന്മാർ അമേരിക്കയിൽ ആരംഭിച്ച ആദ്യത്തെ കോളനി ഏതാണ്? പ്ലൈമൗത്ത് കോളനി. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ച രേഖ ഏതാണ്? അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ച രേഖ ഏതാണ്? ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ സമർപ്പിച്ചത് ആർക്കാണ്? ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ സമർപ്പിച്ചത് ആർക്കാണ്? ജോർജ് മൂന്നാമൻ രാജാവിന്. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത് എന്നാണ്? 1775 ജൂലൈ 5-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസ് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കയിൽ ജെയിംസ് ടൗൺ കോളനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അമേരിക്കയിൽ ജെയിംസ് ടൗൺ കോളനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1607-ലാണ്. ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലത്ത് വടക്കേ അമേരിക്കയിലെ ഇംഗ്ലീഷ് കോളനിവൽക്കരണങ്ങളൊക്കെ ശക്തമായിരുന്നു. അന്നേരമാണ് ലണ്ടൻ കമ്പനി, പ്ലൈമൗത്ത് കമ്പനി അതൊക്കെ വരുന്നത്. അങ്ങനെ 1607-ലാണ് ജെയിംസ് ടൗൺ വരുന്നത്. സപ്തവത്സര യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അവരുടെ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ വേണ്ടി കോളനികൾക്ക് മേൽ ചുമത്തിയ നികുതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സപ്തവത്സര യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അവരുടെ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ വേണ്ടി കോളനികൾക്ക് മേൽ ചുമത്തിയ നികുതി അറിയപ്പെടുന്നത് എന്താണ്? ഗ്രാൻവില്ലേ നയങ്ങൾ. അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടൻ ഗ്രാൻവില്ലേ നയങ്ങൾ നടപ്പിലാക്കിയ കാലഘട്ടം എന്നാണ്? 1763 മുതൽ 65 വരെ. 1763 മുതൽ 1765 വരെ. അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഇംഗ്ലീഷ് കോളനി ഏതാണ്? ജെയിംസ് ടൗൺ കോളനി. ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അമേരിക്കൻ പട്ടണങ്ങളിൽ ബലം പ്രയോഗിച്ച് താമസിക്കുവാനുള്ള നിയമ അനുവാദം നൽകുന്ന നിയമം ഏതാണ്? ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അമേരിക്കൻ പട്ടണങ്ങളിൽ ബലം പ്രയോഗിച്ച് താമസിക്കുവാനുള്ള നിയമാനുവാദം നൽകുന്ന നിയമം ഏതാണ്? 1765 കോട്രിംഗ് നിയമം. ബോസ്റ്റൺ കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1770. ബോസ്റ്റൺ കൂട്ടക്കൊലയിൽ എത്ര അമേരിക്കൻ കോളനി നിവാസികളാണ് കൊല്ലപ്പെട്ടത്? 5 അമേരിക്കൻ കോളനി നിവാസികൾ കൊല്ലപ്പെട്ടു. ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സൺസ് ഓഫ് ലിബർട്ടിയുടെ മുഖ്യ നേതാവ് ആരാണ്? ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സൺസ് ഓഫ് ലിബർട്ടിയുടെ മുഖ്യ നേതാവ് ആരാണ്? സാമുവേൽ ആഡംസ്. ഏത് അമേരിക്കൻ കോളനിയിലാണ് 1773 ഡിസംബർ 16-ന് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? ഏത് അമേരിക്കൻ കോളനിയിലാണ് 1773 ഡിസംബർ 16-ന് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? മസാച്യുസെറ്റ്സ്.
ബ്രിട്ടീഷ് നയങ്ങളെ എതിർക്കുകയും അമേരിക്കൻ കോളനികൾക്ക് കൂടുതൽ സ്വയം ഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുകയും ചെയ്ത വിഭാഗം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് നയങ്ങളെ എതിർക്കുകയും അമേരിക്കൻ കോളനികൾക്ക് കൂടുതൽ സ്വയം ഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുകയും ചെയ്ത വിഭാഗം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? വിഗ്സ് എന്നാണ്. അമേരിക്കൻ വിപ്ലവത്തിന്റെ ഭാഗമായ സരട്ടോഗ യുദ്ധം നടന്ന വർഷം ഏതാണ്? അമേരിക്കൻ വിപ്ലവത്തിന്റെ ഭാഗമായ സരട്ടോഗ യുദ്ധം നടന്ന വർഷം 1777. ബങ്കർ ഹിൽ യുദ്ധം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബങ്കർ ഹിൽ യുദ്ധം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1775 ജൂൺ 17-നാണ് ബങ്കർ ഹിൽ യുദ്ധം നടക്കുന്നത്. 1775 ജൂൺ 17-നാണ് ഈ ബങ്കർ ഹിൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ലീ റെസല്യൂഷൻ. ഇത്രയുമാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് റിവിഷനായിട്ട് എടുക്കുക. അമേരിക്കൻ റവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.